ഏവർക്കും എൻ്റെ ഈദ് മുബാറക് പാടാം ഞാൻ. എല്ലാവരും ഇന്ന് സന്തോഷത്താൽ കഴിയുമ്പോൾ നീ നിന്റെ പെരുന്നാളിൽ റമളാനെ മറക്കല്ലേ. റമളാനിൽ ചെയ്ത പുണ്യം പെരുന്നാളിൽ തകർക്കല്ലേ. പാപങ്ങളേറെ ദുനിയാവിലില്ലേ, പാപികൾ നമ്മൾ വിളയാടിടല്ലേ. ഏവർക്കും കുരുട്സ്മാനയുടെ ഈദ് ആശംസകൾ. ഇന്ന് കുരുട്സ്മാനയിൽ ഈദ് സ്പെഷ്യൽ മടക്കുപത്തിരിയാണ്. ഈദ് സ്പെഷ്യൽ മടക്കുപത്തിരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് സാധനങ്ങളെല്ലാം ഒന്ന് എടുത്ത് വയ്ക്കാം. ഒരു 1.5 കപ്പ് മൈദ വേണം. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് പാല്, 1 കപ്പ് വെള്ളം. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടയൊന്നും പാടില്ല. അപ്പോൾ നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് ഏകദേശം ഒരു ഗോതമ്പ് ദോശയുടെ ആ ഒരു ടെക്സ്ചറിൽ വേണം നമ്മളിതൊന്ന് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കട്ടയൊന്നും പാടില്ല. നന്നായിട്ട് ഇതിനെ ഒന്ന് കലക്കിയെടുക്കണം. എന്നിട്ട് മുട്ട ചേർക്കാം. മുട്ടയുടെ മണം അധികം ഇഷ്ടമല്ലാത്തവർ 1 മുട്ട ചേർത്താൽ മതി. ഇതിന് മുട്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ 2 മുട്ട. ഞാനിവിടെ 2 മുട്ട ചേർത്തിട്ടുണ്ട്. അപ്പോൾ 1 മുട്ട ചേർത്താലും കുഴപ്പമില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇതിനെ ഒന്ന് കലക്കിയെടുക്കാം. അതായത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. എന്നിട്ട് ചിക്കൻ ഞാൻ നേരത്തെ വേവിച്ചതാണ്. ഏകദേശം 1.5 കപ്പ് വരുന്ന ചിക്കൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വേവിച്ചതിന് ശേഷം മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ്. പിന്നെ ഉള്ളി, 1 കപ്പ് ഉള്ളിയുണ്ട്, 2 പച്ചമുളകുണ്ട്, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിയില, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അപ്പോൾ ഇതെല്ലാം നമുക്കിതിനകത്ത് ഉപയോഗിക്കാം. അപ്പോൾ അതിനായിട്ട് പാൻ അടുപ്പത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനകത്തേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരട്ടിയെടുക്കാം. ഇതുപോലെ ഒന്ന് വരട്ടിയെടുക്കാം. ഒരുപാട് എണ്ണയൊന്നും വേണ്ട, ആവശ്യത്തിന് എണ്ണ ഒഴിച്ചാൽ മതി. എന്നിട്ട് ഉള്ളി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 കപ്പ് വരുന്ന ചോപ്പ് ചെയ്ത ഉള്ളിയും പച്ചമുളകും ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് വരട്ടിയെടുക്കാം. ഇതൊന്ന് വരണ്ട് വരുന്നിടം വരെ ഒന്ന് അടച്ച് വയ്ക്കാം. എന്നിട്ട് വരണ്ട് കഴിയുമ്പോഴത്തേന് അതിനകത്തേക്ക് മുളക് പൊടി 1 ടീസ്പൂൺ, പെരുംജീരകപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ പൊടിവകകളെല്ലാം കൂടെ നമുക്ക് ഈ വരട്ടി വെച്ചേക്കുന്ന ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കാം. മുളക് പൊടി, കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും പിന്നെ പെരുംജീരകപ്പൊടി. അപ്പോൾ നന്നായിട്ട് ഒന്ന് വരട്ടിയതിന് ശേഷം അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വരട്ടിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഈ പൊടിച്ച് വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഒരു കുറച്ച് എണ്ണ ഒഴിക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം എണ്ണ ചേർത്താൽ മതിയാവും. അപ്പം ഇതൊന്ന് നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരട്ടിയെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് എണ്ണ ഒന്ന് തടവി കൊടുക്കാം. എണ്ണയില്ലെങ്കിൽ ബട്ടറോ നെയ്യോ ആയാലും മതി. നന്നായിട്ടൊന്ന് തടവിന് ശേഷം അതിനകത്തേക്ക് 1 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് 1 തവി ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലത്തെ വശം ഒന്ന് വെന്ത് വരുമ്പോഴത്തേന് അതിനകത്തേക്ക് ഒരു സൈഡിലേക്ക് നമ്മുടെ ഈ ചിക്കൻ്റെ ആ മിക്സ് കുറേശ്ശെ ഒരു സൈഡിലേക്ക് മാത്രം ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നത് ഇതുപോലെ. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. നന്നായിട്ട് അതിനെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്ത സൈഡിൽ ഇതേപോലെ എണ്ണ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് 1 തവി മാവ് പിന്നെ ഒഴിക്കുക. ഈ സൈഡിൽ ഒഴിക്കുന്ന ആദ്യത്തെ 3-4 ഘട്ടത്തിലുള്ള മാവ് ഒത്തിരി ഇതേപോലെ നമ്മൾ ദോശമാവ് പോലെ അത്ര വലുതായിട്ട് ഇതാക്കണ്ട. ചെറിയൊരു ഇതുണ്ടാക്കുക. എന്നാലേ അവസാനം വരുമ്പോൾ വലിയ വലിയ ദോശ ഉണ്ടാക്കിയതെന്ന് മറയ്ക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് മിക്സ് ഇട്ട് കൊടുക്കാം. കുറച്ച് മിക്സ് ഇട്ട് കൊടുത്താൽ മതി. നേരത്തെ പോലെ തന്നെ അതിനെ തിരിച്ച് മറിച്ചിടാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോ സൈഡിലും അങ്ങോട്ടും ഇങ്ങോട്ടും
മറിച്ചിട്ട് ഇതേപോലെ റെഡിയാക്കി വെക്കുക. എന്നിട്ട് അവസാനത്തെ ഒരു തവി മാവ് ഇതിൻ്റെ സൈഡിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇപ്പം വേണമെങ്കിൽ മതി, ഇപ്പം ഞാനിതിൽ ഒഴിച്ചിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും പൊട്ടിപ്പോവുക എന്നുള്ള കാര്യം തോന്നുവാണെങ്കിൽ സൈഡിൽ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ. അപ്പോൾ നമ്മുടെ ലേഡ് പത്തിരി അല്ലെങ്കിൽ മടക്ക് പത്തിരി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഈദ് സ്പെഷ്യൽ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യുമ്പോൾ എൻ്റെ ഈ ചെറിയ ഡിഷും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ, പിന്നെ ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. അപ്പോൾ വൺസ് അഗൈൻ ഈദ് മുബാറക്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.